ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിലെ ആദ്യ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 30 ജുസുകളിൽ ഒന്നാം ജുസുയിലെ ആദ്യ സൂറത്തും സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ എന്ന പദം ഈ സൂറത്തിൽ വന്നിട്ടില്ല. 7 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 7 ആയത്തുകൾ മാത്രമുള്ള മറ്റൊരു സൂറത്തും പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് സൂറത്തുൽ മാഊനാണ്. ഈ സൂറത്ത് മക്കിയ ആണ്. അതായത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം ലഭിച്ചത്. അതിനുശേഷം 13 വർഷം മക്കയിൽ ജീവിച്ചു. പിന്നീട് 10 വർഷം മദീനയിൽ ജീവിച്ചു. മക്കയിൽ ജീവിച്ച ആ കാലത്ത് ഇറങ്ങിയ സൂറത്തുകളെയാണ് മക്കിയ എന്ന് പറയുന്നത്. മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളെയാണ് മദനിയ എന്ന് പറയുന്നത്. ഈ സൂറത്ത് മക്കിയ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറത്താണ് ഇത്. മാത്രമല്ല, ഒരു സൂറത്ത് പൂർണ്ണമായി ഒന്നിച്ച് ഇറങ്ങിയതും ആദ്യമായി ഈ സൂറത്താണ്. ഈ സൂറത്തിന് പല പേരുകളുണ്ട്. അൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ് എന്നീ പേരുകൾ ഈ സൂറത്തിനുണ്ട്. അതിൻ്റെ അർത്ഥം ആമുഖം. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ആമുഖം, തുടക്കം, പ്രാരംഭം എന്നൊക്കെയാണ്. മുസ്ഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നത് കൊണ്ടും ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നത് കൊണ്ടുമാണ് ഈ ഒരു പേര് കിട്ടിയിട്ടുള്ളത്. ഖുർആനിൽ തന്നെ ഒരു പേര് വന്നിട്ടുണ്ട്. 15ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ ഹിജ്റിലെ 87ാമത്തെ ആയത്തിൽ സബഅ മിനൽ മസാനി, അതിനെ ചുരുക്കി അസ്സബഉൽ മസാനി എന്നും പറയാറുണ്ട്. അർത്ഥം 7 ആവർത്തിത വചനങ്ങൾ. ഒരു സത്യവിശ്വാസി ഓരോ ദിവസവും ഫറള്, സുന്നത്ത്, നിസ്കാരങ്ങളിൽ ആവർത്തിച്ച് ചൊല്ലുന്നു ഈ ഒരു സൂറത്ത്. ഫറളിൽ മാത്രം ദിവസവും 17 തവണ ഫാത്തിഹ സൂറത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നത്. ഹദീസുകളിൽ ഈ സൂറത്തിന് പല പേരുകൾ വന്നിട്ടുണ്ട്. ഉമ്മുൽ ഖുർആൻ, അതായത് ഖുർആനിൻ്റെ മാതാവ്, അല്ലെങ്കിൽ ഖുർആനിൻ്റെ കേന്ദ്രം, മർമ്മം, പ്രഭവകേന്ദ്രം, ഉത്ഭവകേന്ദ്രം, ഖുർആനിൻ്റെ അടിത്തറ, അങ്ങനെയൊക്കെ. ഉമ്മുൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ മാതാവ്, വേദഗ്രന്ഥത്തിൻ്റെ കേന്ദ്രം, വേദഗ്രന്ഥത്തിൻ്റെ മർമ്മം, പ്രഭവകേന്ദ്രം, ഉത്ഭവകേന്ദ്രം, വേദഗ്രന്ഥത്തിൻ്റെ അടിത്തറ, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഫാത്തിഹത്തുൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം അല്ലെങ്കിൽ ആമുഖം. സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കവും പ്രാധാന്യവും പരിഗണിച്ച് മറ്റ് പേരുകളിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. സൂറത്തു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ അധ്യായം എന്നർത്ഥം. നിസ്കാരങ്ങളിൽ കൂടുതലായി പാരായണം ചെയ്യപ്പെടുന്ന സൂറത്ത്. സൂറത്തുൽ ഹംദ്, അൽഹംദ് കൊണ്ട് തുടങ്ങുന്ന അധ്യായം. സൂറത്തു ദുആ, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന അധ്യായം. അൽ വാഫിയ, സമ്പൂർണം. അൽ കാഫിയ, മതിയായത്. അൽ കൻസ്, നിധി, അതായത് ശേഖരം, വിജ്ഞാനത്തിൻ്റെ നിധി എന്നർത്ഥം. അർ റുഖിയ, മന്ത്രം. അസാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ അടിത്തറ അല്ലെങ്കിൽ അസ്ഥിവാരം. ഇങ്ങനെ പല പേരുകളും ഈ ഒരു സൂറത്തിനുണ്ട്. ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും, അതായത് ഖുർആനിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് 5 ഇസ്ലാം കാര്യങ്ങളും 6 ഈമാൻ കാര്യങ്ങളും അടങ്ങുന്ന 11 കാര്യങ്ങളാണ്. ഈ 11 കാര്യങ്ങളെ 3 എണ്ണത്തിലേക്ക് ചുരുക്കി പറയാൻ പറ്റും. 3 അടിസ്ഥാന കാര്യങ്ങളായി നമുക്ക് ചുരുക്കി പറയാം. ഒന്ന് തൗഹീദാണ്, അതായത് അള്ളാഹുവിൻ്റെ ഏകത്വം, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ള കാര്യം. രണ്ടാമത്തത് റിസാലത്താണ്, അതായത് പ്രവാചകത്വം. അള്ളാഹു മനുഷ്യരിലേക്ക് ആശയവിനിമയം നടത്തുന്നത് പ്രവാചകന്മാരിലൂടെയാണ് എന്ന കാര്യം. മൂന്നാമത്തത് ആഖിറത്താണ്, അതായത് മരണശേഷം ഒരു പരലോക ജീവിതമുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ പരമമായ ലക്ഷ്യം പരലോക മോക്ഷമാണ് എന്ന കാര്യം. ഈ 3ഉം ചേർന്നതാണ് ഇസ്ലാം ദീൻ എന്ന് പറയാൻ പറ്റും. ഈ 3 വിഷയങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നത് എന്ന് പറയാം. ഈ 3ഉം തന്നെയാണ് ചുരുക്കി സൂറത്തുൽ ഫാത്തിഹയിലും ഉള്ളത്. അതുകൊണ്ടാണ് ഈ സൂറത്തിനെ സമ്പൂർണ്ണമായത് അല്ലെങ്കിൽ മതിയായത് എന്നൊക്കെ പറയുന്നത്. ഈ സൂറത്തിൻ്റെ ആദ്യ 3 ആയത്തുകൾ നമുക്ക് ഇന്ന് പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം. ഈ സൂറത്തിലെ ആദ്യ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൂന്നാമത്തെ ആയത്ത്
അർ-റഹ്മാനിർ റഹീം. ബിസ്മി ആദ്യ ആയത്തായി പരിഗണിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരണത്തിൻ്റെ സമയത്ത് നമുക്ക് പറയാം. നമുക്ക് ആദ്യം വാക്കർത്ഥങ്ങൾ പരിചയപ്പെടാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊദു, ഇതിൽ 6 പദങ്ങളാണുള്ളത്. ആസ എന്ന് പറഞ്ഞാൽ കാവലിനെ തേടി, അഭയം തേടി, ശരണം തേടി, രക്ഷ തേടി എന്നൊക്കെയാണ് അർത്ഥം. ആസ അത് മാളിയായ രൂപമാണ്, ക്രിയയുടെ മാളിയായ രൂപം. മാളിയായ രൂപം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി കഴിഞ്ഞാൽ, നടന്നു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് മാളിയായ രൂപം. ഉദാഹരണത്തിന് ഞാൻ എഴുതി എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞു, അപ്പോൾ അത് മാളിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ എഴുതുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാല ക്രിയയാണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ മുദാരി എന്ന് പറയും. അതുപോലെ ഞാൻ എഴുതും എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്, ഭാവികാല ക്രിയയാണ്, അത് മുദാരി തന്നെ പറയാം. അതായത് അറബിയിൽ മുദാരി എന്ന് പറഞ്ഞാൽ വർത്തമാനകാല ക്രിയയും ആവാം, ഭാവികാല ക്രിയയും ആവാം, രണ്ടിനും കൂടെ ഒരൊറ്റ രൂപമാണുള്ളത്. അപ്പോൾ ഇവിടെ അഊദു എന്നാണ് വന്നത്, അത് മുദാരി ആയിട്ടുള്ള രൂപമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. ആസ രക്ഷ തേടി, അഊദു ഞാൻ രക്ഷ തേടുന്നു. അത് പല രൂപത്തിലും മുദാരി വരും. യഊദു, നഊദു, തഊദു എന്നൊക്കെ വരും. യഊദു എന്നാണെങ്കിൽ അവൻ രക്ഷ തേടുന്നു, തഊദു നീ രക്ഷ തേടുന്നു, നഊദു ഞങ്ങൾ രക്ഷ തേടുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ അഊദു ഞാൻ രക്ഷ തേടുന്നു. ബില്ലാഹി, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഓട്, ഇൽ എന്നൊക്കെ അർത്ഥം. അതിന് മറ്റൊരു പദവുമായി ചേരുമ്പോഴാണ് പൂർണ്ണമായ അർത്ഥം കിട്ടുക. അപ്പോൾ ബില്ലാഹി അള്ളാഹുവിൽ അല്ലെങ്കിൽ അള്ളാഹുവിനോട്. അപ്പോൾ അഊദു ഞാൻ രക്ഷ തേടുന്നു, ബില്ലാഹി അള്ളാഹുവിനോട്, അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൽ ഞാൻ ശരണം തേടുന്നു. ഇവിടെ അള്ളാഹു എന്നുള്ള പദം എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ഭാഷാ പണ്ഡിതന്മാർ ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അലിഹ എന്ന പദത്തിൽ നിന്ന് ഇലാഹ് എന്ന പദമുണ്ടായി, അതിൻ്റെ കൂടെ അൽ എന്ന് ചേർന്നപ്പോൾ അൽ ഇലാഹ് എന്നത് അള്ളാഹു എന്നായി എന്നൊക്കെ ചില ഭാഷാ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അള്ളാഹു ആലം. ലാം എന്ന അക്ഷരം കനത്തിൽ ലാ എന്നുള്ള രൂപത്തിൽ ഉച്ചരിക്കുന്ന ഒരേ ഒരു സന്ദർഭം അത് അള്ളാഹു എന്ന പദത്തിൽ വരുമ്പോൾ മാത്രമാണ്. മറ്റെല്ലാ സന്ദർഭങ്ങളിലും ലാമിനെ ലാ എന്ന് തന്നെയാണ് പറയാം. ഇനി അള്ളാഹു എന്ന പദത്തിന് തൊട്ടു മുമ്പിൽ ഒരു കസറുള്ള അക്ഷരം വന്നാൽ അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഇല്ലാഹു എന്നുള്ള ഉച്ചാരണം കിട്ടും. അതായത് ഇവിടെ ബി എന്നുള്ള ഒരു കസറുള്ള അക്ഷരം വന്നല്ലോ, അപ്പോൾ ബില്ലാഹി എന്ന് പറയില്ല, ബില്ലാഹി എന്നാണ് പറയാം. അവിടെ ലാ എന്നുള്ള ഉച്ചാരണം കിട്ടാൻ കാരണം ബി വന്നതുകൊണ്ടാണ്. അപ്പോൾ ബില്ലാഹി അള്ളാഹുവിൽ എന്നുള്ള ആ രൂപത്തിൽ അർത്ഥം കൊടുക്കും. ഇനി അള്ളാഹു എന്ന പദവും അള്ളാഹുവിനെ പോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട പദമാണ്, അതായത് ഏകനാണ് എന്നർത്ഥം. ആ പദത്തിന് ബഹുവചനമല്ല, അള്ളാഹു എന്നുള്ള പദത്തിനൊരു ബഹുവചന രൂപമല്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്തിട്ട് അതിനെ സ്ത്രീലിംഗാക്കാനൊന്നും പറ്റില്ല, അതൊരൊറ്റപ്പെട്ട പദമാണ്. അതുപോലെ മറ്റൊരു പദമില്ല, ഒരേ ഒരു പദമാണത്. അപ്പോൾ ആ രൂപത്തിൽ ഉച്ചാരണം പോലും മറ്റു വാക്കുകൾക്കില്ല. അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ലാമിന് കട്ടി കൂട്ടി പറയുന്ന തരത്തിലുള്ള ഉച്ചാരണം പോലും മറ്റൊരു സ്ഥലത്തും വരുന്നില്ല. ഇനി മിനശ്ശൈത്വാനി, അശ്ശൈത്വാൻ. എന്താണ് ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ? ഷത്വന എന്ന് പറഞ്ഞാൽ ബഅദ എന്നർത്ഥം, അതായത് അകന്നു. ഷത്വന അകന്നു. ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ അകന്നവൻ, അതായത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും ഒക്കെയുള്ളവരെയൊക്കെ ഷെയ്ത്വാൻ എന്ന് പറയാം. എന്നാൽ ഇവിടെ അശ്ശൈത്വാൻ അലിഫ്ലാമ് ചേർത്തിട്ടാണ് വന്നത്. അശ്ശൈത്വാൻ എന്നതിൻ്റെ ഉദ്ദേശം ജിന്ന് വർഗത്തിലെ പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസിനെയാണ്. അപ്പോൾ മിനശ്ശൈത്വാനി എന്ന് പറയുമ്പോഴോ, മിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൽ നിന്ന് എന്നാണ്. മിനശ്ശൈത്വാനി പിശാചിൽ നിന്ന് അല്ലെങ്കിൽ ഇബ്ലീസിൽ നിന്ന്. അർ റജീം, റജമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞാട്ടി എന്നാണ്. റജീം എറിഞ്ഞാട്ടപ്പെട്ട, ശപിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട. ഇത് ശരിക്ക് അശ്ശൈത്വാൻ എന്നുള്ള ആ ഒരു പദത്തിൻ്റെ വിശേഷണമാണ്. അശ്ശൈത്വാൻ പിശാജ് അല്ലെങ്കിൽ ഇബ്ലീസ്. എങ്ങനെയുള്ള പിശാജ്? എറിഞ്ഞാട്ടപ്പെട്ട പിശാജ്. അപ്പോൾ ആ ഒരു പിശാജിൻ്റെ, ഷെയ്ത്താനിൻ്റെ വിശേഷണമാണ് റജീം എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി
തുടക്കത്തിലൊരു ബി ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു കൊണ്ട്, ഓട്, ഇൽ എന്നൊക്കെ അർത്ഥം. ആ ബി എന്നുള്ളതിൻ്റെ കൂടെ ഇസ്മുൻ എന്നുള്ള പദം ചേർന്നു. അപ്പോൾ ബി ഇസ്മുൻ എന്നല്ല ബിസ്മി എന്നാണ് പറയാം. ബിസ്മി, ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പേര്, നാമം. അപ്പോൾ ബിസ്മി പേര് കൊണ്ട്, നാമം കൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പേര്. ബിസ്മി പേര് കൊണ്ട്. ബിസ്മില്ലാഹി ആരുടെ പേര് കൊണ്ട്? ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് കൊണ്ട്. ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ. ഇവിടെ ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ്. അത് ഇസ്മ എന്നാണെങ്കിൽ പാപം എന്നായിട്ട് മാറും. അതായത് നമ്മൾ അലിഫ്, ബാ, താ, സാ എന്ന് പറയില്ലേ, ആ രൂപത്തിൽ ഇസ്മ എന്ന് പറഞ്ഞാൽ അത് പാപം എന്നാവും. ഇസ്മ സീനാണെങ്കിൽ, ഇസ്മ എന്നാണെങ്കിൽ പേര് എന്നാവും. അതുകൊണ്ട് അവിടെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. ഇനി അർ റഹ്മാനി, അർ റഹ്മാനി എന്നുള്ളത് വിശേഷണമാണ്, അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. അർ റഹ്മാനി പരമകാരുണ്യവാൻ എന്നർത്ഥം. അർ റഹീം അതും വിശേഷണമാണ്, കരുണാനിധി. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. അടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഹംദു, ഹംദ് എന്ന് പറഞ്ഞാൽ സ്തുതി. അൽ ഹംദു എന്ന് ചേർത്ത് പറയുമ്പോൾ സർവസ്തുതിയും അല്ലെങ്കിൽ സ്തുതി മുഴുവനും, എല്ലാ സ്തുതികളും. ലില്ലാഹി, ലി എന്ന് പറഞ്ഞാൽ ക്ക്, ന്, വേണ്ടി എന്നൊക്കെ അർത്ഥം. ലി എന്നുള്ളതിൻ്റെ കൂടെ അള്ളാഹു എന്ന് ചേർത്തപ്പോഴാണ് ലില്ലാഹി എന്നായത്. അള്ളാഹുവിന് എന്നർത്ഥം. ലില്ലാഹി അള്ളാഹുവിന്. ലി എന്ന് പറഞ്ഞാൽ ന് അല്ലെങ്കിൽ ക്ക്, വേണ്ടി എന്നൊക്കെ അർത്ഥം. ലില്ലാഹി അള്ളാഹുവിന്. ആ അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹുവാണ്? അള്ളാഹുവിൻ്റെ ഒരു ബദൽ പറയാണ് റബ്ബിൽ ആലമീൻ. അള്ളാഹു ആരാണ്? റബ്ബി, രക്ഷിതാവായ, യജമാനനാണ് അല്ലെങ്കിൽ പരിപാലകനാണ്. ശരിക്ക് റബ്ബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീട് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും പടിപടിയായി വളർത്തിക്കൊണ്ടുവരികയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ്. അതാണ് ശരിക്കും റബ്ബ് എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം. നമ്മൾ സാധാരണഗതിയിൽ നാഥൻ, രക്ഷിതാവ്, യജമാനൻ എന്നൊക്കെ ഒറ്റ വാക്കിൽ പറയും. ഇനി എന്തിൻ്റെ രക്ഷിതാവാണ്? റബ്ബിൽ ആലമീൻ. ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നർത്ഥം. ആലമൂൻ, ആലമൂൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ. അപ്പോൾ റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവ് അല്ലെങ്കിൽ ലോകങ്ങളുടെ രക്ഷിതാവ്, രണ്ട് രൂപത്തിലും പറയാം. ലോകരുടെ രക്ഷിതാവ് അല്ലെങ്കിൽ ലോകങ്ങളുടെ രക്ഷിതാവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആലിം എന്ന മറ്റൊരു പദമുണ്ട്. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ എന്നാണ്, അറിവുള്ളവൻ എന്നാണ്. അതിൻ്റെ ബഹുവചനം ആലിമൂൻ എന്നാണ്, അറിവുള്ളവർ, പണ്ഡിതർ. ഇത് ആലം എന്നുള്ളതിൻ്റെ ബഹുവചനം ആലമൂൻ, അത് ലോകങ്ങൾ എന്നാവും. സാധാരണ പറയാറുണ്ട് ആലമിനെക്കുറിച്ച് അറിയുന്ന ആളാണ് ആലിം, അതായത് ലോകങ്ങളെക്കുറിച്ച് അറിയുന്ന ആളാണ് പണ്ഡിതൻ എന്ന് പറയാറുണ്ട്. ശരി, ഈ ഒരു ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്തുതി മുഴുവൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു, അല്ലെങ്കിൽ സർവസ്തുതിയും സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അടുത്ത ആയത്ത് അർ റഹ്മാനി റഹീം. ഇത് ബിസ്മിയുടെ അവസാനത്തിൽ നമ്മൾ പഠിച്ചതല്ലേ. അർ റഹ്മാനി പരമകാരുണ്യവാൻ, അർ റഹീം കരുണാനിധി. അപ്പോൾ അർ റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ പരമകാരുണികനും കരുണാനിധിയുമായുള്ളവൻ, അല്ലെങ്കിൽ പരമകാരുണ്യവാനും കരുണാനിധിയുമായ. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ വിശദീകരണം നോക്കാം. ആദ്യം അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊസു ചൊല്ലുന്നതിനെ അൽ ഇസ്തിആദത്ത് എന്നാണ് പറയുക. ബിസ്മി ചൊല്ലുന്നതിനെ അൽ ബസ്മല എന്നും പറയും. ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മൾ ചൊല്ലേണ്ടത് ഈ പ്രാർത്ഥനയാണ്, അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇതിനെയാണ് അൽ ഇസ്തിആദത്ത് എന്ന് പറയുന്നത്. ശരണം തേടൽ, രക്ഷ തേടൽ, കാവലിനെ ചോദിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. അതായത് പിശാചിൻ്റെ തിന്മകളിൽ നിന്ന്, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക, അള്ളാഹുവിനോട് രക്ഷ തേടുക. അങ്ങനെ ചോദിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിൻ്റെ 98-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫൈസാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അതായത് ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം എന്ന്. എന്നാൽ അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന ആ പൂർണ്ണമായ രൂപം അതേപോലെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. അതേസമയം അഊസു എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ചേർന്ന് വന്നിട്ടില്ല.
അപ്പോൾ നമ്മൾ പരിശുദ്ധ ഖുർആൻ എപ്പോൾ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോഴും ആദ്യം അഊദ് ചൊല്ലണം. അത് സൂറത്തിൻ്റെ തുടക്കം ഒന്നും ആവണമെന്നില്ല. തുടർച്ചയായി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തിൽ ഒരു അഊദ് ചൊല്ലിയാൽ മതി. പിന്നീടുള്ള ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ അഊദ് ചൊല്ലേണ്ടതില്ല. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, ആദ്യം നമ്മളൊരു അഊദ് ചൊല്ലി, പിന്നെ ബിസ്മി ചൊല്ലി ഒരു സൂറത്ത് ചൊല്ലി, പിന്നെ അടുത്ത സൂറത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള ബിസ്മി മാത്രം ചൊല്ലിയാൽ മതി. അവിടെ ഒന്നും അഊദ് ചൊല്ലേണ്ടതില്ല. അഊദ് തുടക്കത്തിൽ ഒന്ന് ചൊല്ലിയാൽ മതി. ഇനി നമ്മൾ ഖുർആൻ ഓത്തൊക്കെ നിർത്തി മറ്റെന്തോ കാര്യങ്ങളിലേക്കൊക്കെ പോയി വീണ്ടും ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ വീണ്ടും അഊദ് ചൊല്ലണം. ഇനി ഏതെങ്കിലും സൂറത്തിൻ്റെ ഇടയിൽ നിന്ന് ഓതുകയാണെങ്കിലും അഊദ് ചൊല്ലണം. അതായത് നമ്മൾ ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ നിന്നല്ല ഓതുന്നത്, ഇടയിൽ വെച്ചിട്ടാണ് ഓതുന്നത്. അങ്ങനെ ഇടയിൽ വെച്ചിട്ട് ഓതുകയാണെങ്കിലും അഊദ് ചൊല്ലണം. ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകുന്ന ആളുകളെ വഴിതെറ്റിക്കലാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയോ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ പിടികൂടാൻ പിശാചി കഴിവതും ശ്രമിക്കും. കാരണം ഒരാൾ ഖുർആനിലേക്ക് പൂർണ്ണമായി എത്തിയാൽ പിന്നെ അയാളെ വഴിതെറ്റിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആനിലേക്ക് ഒരാൾ അടുക്കുമ്പോൾ തന്നെ പിശാച് പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ് എറിഞ്ഞാട്ടപ്പെട്ട പിശാച് അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാച്, ആട്ടിയോടിക്കപ്പെട്ട പിശാച് എന്ന് പറയുന്നത്? അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കട്ടുകേൾക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മലക്കുകൾ എറിഞ്ഞാട്ടിയത് കൊണ്ട് എന്നാണ് ഒരു അഭിപ്രായം. രണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് അവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാച് ശ്രമിച്ചപ്പോൾ അവർ ഈ പിശാചിനെ എറിഞ്ഞാട്ടി. അതുകൊണ്ടാണ് എറിഞ്ഞാട്ടപ്പെട്ട പിശാച് എന്ന് പറയുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം സ്വർഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കിയത് കൊണ്ട് എന്നാണ്. അല്ലാഹു അലം. അഊദ് ചൊല്ലുന്നത് മനസ്സിൽ തട്ടി തന്നെ ചൊല്ലണം. അതായത് ഇപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകളെയും കൊണ്ട് പിശാച് വരും. അതുകൊണ്ട് ആ പിശാചിനെ ആട്ടി അകറ്റൽ എൻ്റെ ആവശ്യമാണ്. ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അടുക്കുകയാണ്. അത് പിശാചിന് ഇഷ്ടമുണ്ടാവില്ല. എന്നെ പിന്തിരിപ്പിക്കാൻ പിശാച് വരും. ആ പിശാചിനെ ഞാൻ ആട്ടി അകറ്റുകയാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് അഊദ് ചൊല്ലേണ്ടത്. അതല്ലാതെ ഒരു യാന്ത്രികമായ രൂപത്തിൽ അതങ്ങനെ അങ്ങോട്ട് ചൊല്ലിപ്പോവല്ല വേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിരുത്തി ചൊല്ലണം. ഈ ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അഊദു, ഞാൻ രക്ഷ തേടുന്നു, അപ്പോൾ അവിടെ ഞാൻ വന്നു. ബില്ലാഹി, അള്ളാഹുവിനോട്, അപ്പോൾ അവിടെ അള്ളാഹു വന്നു. മിനശ് ശൈത്വാനി, ഷെയ്ത്താനിൽ നിന്ന്, അപ്പോൾ അവിടെ ഷെയ്ത്താൻ വന്നു. അപ്പോൾ ഞാൻ വന്നു, അള്ളാഹു വന്നു, ഷെയ്ത്താൻ വന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, നമ്മൾ നടുവിലും വലത് സൈഡിൽ അള്ളാഹുവും ഇടത് സൈഡിൽ പിശാചും നിന്നിട്ട് നമ്മൾ 2 ഭാഗത്തേക്കും വലിക്കുന്ന പോലെയാണ്. അള്ളാഹു നമ്മളെ നന്മയിലേക്ക് വലിക്കുന്നു, പിശാച് നമ്മളെ തിന്മയിലേക്ക് വലിക്കുന്നു. നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ട് ചായണം എന്നുള്ള കാര്യം. ഒരു വടംവലി നടക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ഒരു വലിക്കലും അള്ളാഹുവിനെതിരെയുള്ള ഒരു വലിക്കലും. നമ്മൾ ഏത് ഭാഗത്തേക്ക് ചായണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി നമുക്ക് ബിസ്മിയെക്കുറിച്ച് മനസ്സിലാക്കാം. ബിസ്മി ചൊല്ലുന്നതിന് അൽ ബസ്മല എന്നാണ് പറയുക. ബിസ്മി ചൊല്ലാനും പരിശുദ്ധ ഖുർആനിൽ തന്നെ നിർദ്ദേശമുണ്ട്. ആദ്യമായി അവതരിച്ച ആയത്തിൽ, അതായത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ആയത്തിൽ അള്ളാഹു ബിസ്മി ചൊല്ലാനാണ് പറയുന്നത്. അവിടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാനുള്ള കൽപ്പനയാണുള്ളത്. അതായത് ഇഖ്റ, നീ വായിക്കണം, താങ്കൾ വായിക്കണം, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാനുള്ള കൽപ്പനയാണ്. ബിസ്മി ചൊല്ലലുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ബിസ്മിക്കല്ലാഹുമ്മ എന്നാണ് സ്വഹാബികളൊക്കെ പറഞ്ഞിരുന്നത് എന്നും അങ്ങനെയാണ് എഴുതിയിരുന്നത് എന്നും, പിന്നീട് അത് ബിസ്മില്ലാഹി എന്നായി എന്നും, പിന്നീടത് ബിസ്മില്ലാഹി റഹ്മാനി എന്നായി എന്നും, പിന്നീടത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നായി എന്നുമൊക്കെയുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അല്ലാഹു അലം. എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലാം. പരിശുദ്ധ ഖുർആനിൽ ആകെ 114 സൂറത്തുകളാണുള്ളത്. ആകെ 114 ബിസ്മികളും ഉണ്ട്. 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയ്ക്ക് ബിസ്മി ഇല്ല, തുടക്കത്തിൽ ബിസ്മില്ല. എന്നാൽ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിൽ 2 ബിസ്മികളുണ്ട്. ഒന്ന് തുടക്കത്തിലും മറ്റൊന്ന് 30-ാമത്തെ ആയത്തിലും. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ 113 എണ്ണമാണ്. തുടങ്ങുന്ന സൂറത്തുകൾ ആയത്തായി പരിഗണിക്കുന്നവ 2 എണ്ണമാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹയുടെ
തുടക്കത്തിലുള്ള ബിസ്മിയും സൂറത്തുൻ നംലിലെ 30-ാമത്തെ ആയത്തിലെ ബിസ്മിയും അത് രണ്ടും ആയത്തുകളായിട്ട് പരിഗണിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിലെ ബിസ്മി ആയത്തായി പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനെ ഒന്നാം ആയത്തായി പരിഗണിക്കുന്നവർ അവസാന ആയത്തായി, അതായത് 7-ാമത്തെ ആയത്തായി സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് തുടങ്ങുന്ന ഭാഗമാണ് എടുക്കുന്നത്. എന്നാൽ ബിസ്മി ആദ്യ ആയത്തായി പരിഗണിക്കാത്തവർ ഒന്നാം ആയത്തായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എടുക്കും, 6-ാമത്തെ ആയത്തായി സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എടുക്കും, 7-ാമത്തെ ആയത്തായി ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ള ഭാഗം എടുക്കും. എങ്ങനെയാണെങ്കിലും ആ ഫാത്തിഹ സൂറത്തിൽ ആകെ ആയത്തുകളുടെ എണ്ണം 7 തന്നെയാണ്, ആ ബിസ്മി പരിഗണിച്ചാലും പരിഗണിച്ചിട്ടില്ലെങ്കിലും. പൊതുവെ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ബിസ്മി ആയത്താണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരഭിപ്രായം എല്ലാ ബിസ്മികളും അതാത് സൂറത്തിൻ്റെ ആദ്യ ആയത്താകുന്നു എന്നാണ്. മറ്റൊരഭിപ്രായം അതാത് സൂറത്തുകളുടെ ആദ്യ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ബിസ്മി. അതായത് ഇപ്പോൾ 1-ാമത്തെ ഒരു ആയത്തുണ്ടാവില്ലേ ഓരോ സൂറത്തിനും, ആ ആയത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ബിസ്മി. ബിസ്മിയും ആ 1-ാമത്തെ ആയത്തും കൂടെ ചേർന്നതാണ് 1-ാമത്തെ ആയത്ത്. മറ്റൊരഭിപ്രായം സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം ആദ്യ ആയത്ത് ആയിട്ട് പരിഗണിക്കും, മറ്റുള്ളവയിലൊക്കെ സൂറത്തുകൾക്കിടയിൽ വേർതിരിക്കാനായിട്ട് കൊടുത്തതാണ്. ഒരു സൂറത്ത് മറ്റൊരു സൂറത്തിൽ നിന്ന് വേർതിരിക്കാനായിട്ട് കൊടുത്തതാണ്. 4-ാമത്തെ ഒരു അഭിപ്രായം ഫാത്തിഹ അടക്കം ഒന്നിലും ബിസ്മി ആയത്തല്ല, അത് തുടക്കം കുറിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മിക്ക് 1 എന്ന നമ്പർ കൊടുത്ത മുസ്ഹഫുകളുണ്ട്. അങ്ങനെ നമ്പർ കൊടുക്കാതെ അൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്ന ആയത്തിന് 1 എന്ന നമ്പർ കൊടുത്ത മുസ്ഹഫുകളുമുണ്ട്. ഇനി ബിസ്മി പരിശുദ്ധ ഖുർആനിൽ എഴുതിയ സ്ഥലങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ ചില കൗതുകങ്ങൾ കാണാൻ സാധിക്കും. അതായത് ബിസ്മില്ലാഹി എന്ന് എഴുതിയ സ്ഥലങ്ങളിലൊക്കെ ബാഇനോട് ചേർത്തിട്ടാണ് സീൻ എഴുതിയിട്ടുള്ളത് ബിസ്മി എന്ന് എഴുതുമ്പോൾ. അതേസമയം ബിസ്മി റബ്ബിക്ക എന്നെഴുതിയ സ്ഥലങ്ങളിലൊക്കെ ബാഉം സീനും വേർപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസ്മി എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഒരു ബാ എഴുതും, പിന്നെ അതിന് കസ്റിടും ബി, പിന്നെ ഇസ്മ എന്നുള്ളതിന് ഒരു ഹംസത്തു വസ്ൽ, ആ തുടക്കത്തിലുള്ള ഉച്ചരിക്കാത്തൊരു ഹംസയുണ്ട്, അതിന് ഹംസത്തു വസ്ൽ എന്നാണ് പറയാം. അതിൻ്റെ മുകളിൽ ഒരു സ്വാദിൻ്റെ കഷ്ണം കാണാം. അങ്ങനെ ബി എന്നുള്ളതിൻ്റെ കൂടെ ഇസ്മ എന്ന് ചേരുമ്പോഴാണ് ബിസ്മി എന്നായത്. ഈ ഇസ്മ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ മറ്റേതെങ്കിലും അക്ഷരം വരുമ്പോൾ ആ തുടക്കത്തിലുള്ള ഇ എന്നുള്ള ഉച്ചാരണം നഷ്ടപ്പെടും. അതാണ് ഹംസത്തു വസ്ലിൻ്റെ പ്രത്യേകത. അതിന് മുമ്പിൽ മറ്റെന്തെങ്കിലും അക്ഷരം വന്നാൽ അതിൽ ഉച്ചാരണം പോകും. അത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഉച്ചരിച്ച് പോകും, ഇസ്മ എന്ന് ഒറ്റയ്ക്ക് പറയും. അതേസമയത്ത് അതിൻ്റെ മുമ്പിൽ ബി എന്ന് വരുമ്പോൾ ബിസ്മി, ആ ഇ എന്നുള്ള ഉച്ചാരണം നഷ്ടപ്പെടും. എന്നാൽ ബിസ്മില്ലാഹി എന്ന് എഴുതുമ്പോൾ ഈ ബാ കഴിഞ്ഞിട്ട് നേരെ സീന എഴുതിയത്, അതിൻ്റെ ഇടയിലുള്ള ഹംസത്തു വസ്ൽ അവിടെ കാണുന്നേ ഇല്ല. അതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുമ്പോൾ ആ തുടക്കത്തിലുള്ള ബാഇൻ്റെ ആദ്യത്തെ കാലുണ്ടല്ലോ, ആ മേലേക്ക് നിൽക്കുന്ന ആ കാല്, അത് കുറച്ച് ഉയർത്തിയാണ് എഴുതുക. അത് ആ ഹംസത്തു വസ്ലിനെ അങ്ങോട്ട് എഴുതിയതാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് തേയ്മാനം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയായ അഭിപ്രായങ്ങളല്ല. എന്തായാലും ആ ഒരു രൂപത്തിലാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുക, ഹംസത്തു വസ്ൽ ഇല്ലാതെ. അതേസമയത്ത് ബിസ്മി റബ്ബിക്ക എന്ന് എഴുതുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇഖ്റ ബിസ്മി റബ്ബിക്ക, അവിടെയൊക്കെ ബിസ്മി റബ്ബിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സ്ഥലങ്ങളിൽ ബിസ്മി എഴുതുമ്പോൾ ബി എന്ന് കഴിഞ്ഞതിന് ശേഷം ഹംസത്തു വസ്ൽ ഉണ്ടാവും, എന്നിട്ടാണ് സീൻ എഴുതിയിട്ടുണ്ടാവുക. ഇനി ബിസ്മില്ലാഹി എന്ന് കഴിഞ്ഞിട്ട് റഹ്മാൻ റഹീം എന്നാണ് അതിൻ്റെ അവസാനം. റഹ്മാൻ റഹീം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹുവിൻ്റെ പേരുകളിലെല്ലാം ഓരോ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. മനുഷ്യരുടെ പേരിലും ഗുണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു കുട്ടിക്ക് നാം പേരിടുന്ന സമയത്ത് ആ ഗുണം ഉള്ളത് കൊണ്ടല്ല നാം പേരിടുന്നത്. ആ ഗുണം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഉദാഹരണത്തിന് ആദിൽ എന്നുള്ളതിൻ്റെ അർത്ഥം നീതിമാൻ എന്നാണ്. ആ കുട്ടി ഒരു നീതിമാനായതുകൊണ്ടല്ല നമ്മൾ ആ പേരിടുന്നത്. അങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു പേര്, നല്ലൊരു അർത്ഥമുള്ള നല്ലൊരു അറബി പേരിടുന്നു എന്ന് മാത്രം. എന്നാൽ അള്ളാഹുവിൻ്റെ പേര് അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ പേര് ഏതെടുത്തു കഴിഞ്ഞാലും ആ പേരിൽ അടങ്ങിയ ഗുണം അള്ളാഹുവിൽ ഉണ്ട്. അർ റഹ്മാൻ അർ റഹീം രണ്ടിലും റഹ്മത്ത് അഥവാ പരമമായ കാരുണ്യം എന്ന ഗുണം അടങ്ങിയിട്ടുണ്ട്. അർ റഹ്മത്ത്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം, അർ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പരമമായ കാരുണ്യം. ആ ഒരു ഗുണം അള്ളാഹുവിൽ അടങ്ങിയിട്ടുണ്ട്. റഹ്മത്ത് അഥവാ കാരുണ്യം ആരിലുണ്ടാകും? മനുഷ്യനും അതുപോലെ മറ്റ് ജീവികളുമൊക്കെ സ്വന്തം മക്കളോടൊക്കെ കാരുണ്യം കാണിക്കുന്നുണ്ടല്ലോ, അത് ആ റഹ്മത്തുള്ളത് കൊണ്ടാണ്. എന്നാൽ അർ റഹ്മത്ത് അഥവാ പരമമായ കാരുണ്യം അത് അള്ളാഹുവിൽ മാത്രമേ ഉള്ളൂ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ എന്നാണ് അർത്ഥം. എന്നാൽ അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ പരമമായ കാരുണ്യമുള്ളവൻ,
ആ ഗുണം ഉള്ളിൽ അടങ്ങിയവൻ എന്നർത്ഥം. അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുപോലെ റഹീം, ആ ഉള്ള കാരുണ്യം ചെയ്യുന്നവൻ. അർ-റഹീം എന്ന് പറയുമ്പോൾ ആ പരമമായ കാരുണ്യം ചെയ്യുന്നവൻ, അതായത് കരുണാനിധി. ഇനി മറ്റൊരു വിശദീകരണം ഇതിനുണ്ട്. അർ-റഹ്മാൻ റഹീം എന്നുള്ളതിന് മറ്റൊരു വിശദീകരണമുണ്ട്. അള്ളാഹു ലോകത്തുള്ള എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവനെ എതിർക്കുന്നവർക്ക് പോലും, മഴ, വായു, അങ്ങനെ എല്ലാവരോടും കരുണ കാണിക്കുന്നവൻ എന്നതാണ് അർ-റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം. എന്നാൽ അർ-റഹീം എന്നാൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് മാത്രമായി നാളെ പരലോകത്ത് വെച്ച് കൊടുക്കാൻ കാരുണ്യം മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ കാരുണ്യം കൊടുക്കുന്നവൻ, അതായത് കരുണാനിധി. നിധി എന്ന് പറഞ്ഞാൽ അത് നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച നിധിയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ഒരു 100 ഭാഗിക്കുകയാണെങ്കിൽ അതിൽ 99 ഭാഗവും നാളെ സത്യവിശ്വാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഒരു ഭാഗം കൊണ്ടാണ് ഇവിടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ കാരുണ്യമൊക്കെ അള്ളാഹു നൽകിയ ഒന്ന്, ആ 100ൽ 1 എന്നുള്ള ആ ഒരു കാരുണ്യം കൊണ്ടാണ് എന്ന രൂപത്തിലൊക്കെ വിശദീകരണം വന്നിട്ടുണ്ട്. മറ്റൊരു വിശദീകരണം, അർ-റഹ്മാൻ എന്നത് അങ്ങേയറ്റത്തെ ആ ഒരു പാരമ്യത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ അർ-റഹീം എന്നത് തുടർച്ചയെ സൂചിപ്പിക്കുന്നു. അതായത് അള്ളാഹു കരുണ ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നവനാണ് എന്നർത്ഥം. അപ്പോൾ ബിസ്മിയുടെ അർത്ഥം പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ത് ഒരു അപൂർണത തോന്നൂല്ലേ? പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒന്ന് പൂർത്തിയാവാത്ത പോലെ തോന്നും. ശരിക്കും ആ ഒരു മൗനം പോലും ഒരു ദൃഷ്ടാന്തമാണ്, ഒരു അത്ഭുതമാണ്. കാരണം ഒന്നും പറയാത്തത് കൊണ്ട് എന്ത് നല്ല കാര്യത്തിനും അത് ഉപയോഗിക്കാം. നേരെ മറിച്ച് പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിത് വായിക്കുന്നു എന്നാണ് അവിടെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വായിക്കുന്ന സമയത്ത് മാത്രമല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ? അല്ലെങ്കിൽ പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതാണെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മാത്രമല്ലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അതേസമയത്ത് പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നിർത്തിയാൽ പിന്നെ അവിടെ എന്ത് ചെയ്യുമ്പോഴും, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഒന്നും പറയാത്തത് കൊണ്ട് ഏത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാമെന്നർത്ഥം. ഔദു എപ്പോൾ ഓത്ത് തുടങ്ങുന്ന സമയത്തും നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ ബിസ്മി ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ ആണ് ഉള്ളത്. ഇടയിൽ നിന്ന് ഓതുകയാണെങ്കിൽ ബിസ്മി വേണ്ട എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതായത് നമ്മൾ ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ ഓതി വരികയാണ്, തുടക്കം മുതൽ ഓതി വരികയാണെങ്കിൽ ആ തുടക്കത്തിൽ എന്തായാലും ബിസ്മി ഉണ്ട്. ഔദു ഓതും, പിന്നെ ബിസ്മിയും ഉണ്ട്. അതേസമയത്ത് ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ ഇടയിൽ നിന്ന് ഓതുകയാണിരിക്കുക, തുടക്കത്തിലല്ല, ഇടയിൽ നിന്ന് ഓതുകയാണെങ്കിൽ അവിടെ ബിസ്മി ഇല്ല. അപ്പോൾ നമ്മളവിടെ ഔദു ഓതുക, പിന്നെ നേരെ ആ ഒരു ആയത്ത് ഓതുക. അവിടെ ബിസ്മി ഓതേണ്ടതില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇനി നിസ്കാരത്തിലൊക്കെ ബിസ്മി ഉറക്കെ ചൊല്ലണോ അതോ പതുക്കെ ചൊല്ലണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ചൊല്ലൽ നിർബന്ധമാണ്, ചൊല്ലണം. അത് ഉറക്കെയാണോ പതുക്കെയാണോ ചൊല്ലേണ്ടതെന്നുള്ള കാര്യത്തിലേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ഹംദ് എന്ന് പറയുമ്പോൾ സ്തുതിയാണ്, സർവ്വസ്തുതിയും. നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരാൾ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അൽഹംദുലില്ല എന്നാണ് പറയുക, അല്ലേ? എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിൻ്റെ അവസ്ഥ, എന്തൊക്കെയുണ്ട് സുഖവിവരങ്ങൾ ചോദിക്കുമ്പോൾ അൽഹംദുലില്ല എന്ന് നമ്മൾ മറുപടി പറയുമ്പോൾ എന്താണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ല എന്നാണോ? അല്ല, എനിക്ക് ഒരു പക്ഷേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ എല്ലാ പ്രയാസങ്ങളെക്കാളും ഏറ്റവും വലുതാണ് അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എൻ്റെ വിഷമങ്ങളല്ല എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അതിനെ ഞാൻ മറക്കാൻ തയ്യാറാകുന്നില്ല. എനിക്ക് എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ വന്നാലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഞാൻ മറക്കാൻ തയ്യാറല്ല. അൽഹംദുലില്ലാ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും എത്ര വിഷമമുണ്ടാവും ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് പോലും നമ്മൾ ഔദു ബിസ്മിയൊക്കെ ചൊല്ലിയതിന് ശേഷം ഏറ്റവും ആദ്യം അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അൽഹംദുലില്ലാ എന്ന് നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മുമ്പിൽ മരിച്ചു കിടക്കുമ്പോൾ അൽഹംദുലില്ലാ എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലുത് എനിക്ക് അള്ളാഹു നൽകിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ വിഷമത്തേക്കാളൊക്കെ ഏറ്റവും വലുത് ഞാൻ അള്ളാഹുവിന് സ്തുതി നൽകണമെന്നുള്ള കാര്യമാണ്. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് അതൊരു വല്ലാത്ത പദമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ ശരിക്കുള്ള അർത്ഥം.
ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നമ്മളെ ഘട്ടം ഘട്ടമായി വളർത്തിയെടുക്കുകയും നമ്മളെ പരിപാലിക്കുകയും വേണ്ട സമയങ്ങളിൽ വേണ്ട കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്തവൻ. അപ്പോൾ ശരിക്ക് നമ്മളെ പരിപാലിക്കുന്നവനാണ്, നമ്മുടെ രക്ഷിതാവാണ്, നമുക്കൊരു സുരക്ഷിതത്വം നൽകുന്ന പദമാണ് റബ്ബ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു റബ്ബ് എന്നുള്ള പദം കൊണ്ട് അള്ളാഹു കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആ റബ്ബിലേക്ക് നമുക്ക് അടുക്കാൻ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഏറ്റവും ആദ്യമായി ഇറങ്ങിയ ആയത്തിൽ ഉപയോഗിച്ചത് അള്ളാഹു എന്നുള്ള പദമല്ല. യഖ്റ ബിസ്മി ലാഹി എന്നല്ലല്ലോ ഉപയോഗിച്ചത്, യഖ്റ ബിസ്മി റബ്ബിക്ക എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ അവിടെ അള്ളാഹു എന്നുള്ള പദത്തിന് പകരം റബ്ബ് എന്നുള്ള പദമാണ് ഏറ്റവും ആദ്യമായി ഇറങ്ങിയ ആ ഒരു ആയത്തിൽ ഉപയോഗിച്ചത്. അതായത് സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക. അവിടെ ആ റബ്ബിനൊന്ന് എടുത്തു പറഞ്ഞു, ആ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കാനാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നതിന് പകരം റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ആദ്യമായി മനുഷ്യനെ അഭിസംബോധന ചെയ്ത ആയത്തിലും റബ്ബ് എന്നുള്ള പദമാണുള്ളത്. സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹൻ നാസ് ഉഅ്ബുദു റബ്ബക്കും, അവിടെ നോക്കൂ റബ്ബക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ റബ്ബിനെ അള്ളാഹു എടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം റബ്ബിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ റബ്ബിലേക്ക് നമ്മൾ അടുക്കും. നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും തന്ന് നമ്മളെ സംരക്ഷിച്ചു പോരുന്നവരാണ് നമ്മുടെ റബ്ബ്. ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ ഹൃദയം മിടിക്കുന്നില്ലേ, നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നില്ലേ? കണ്ണ് എന്ന ഒരു അനുഗ്രഹം മാത്രം ഒന്ന് എടുത്തു നോക്കൂ, നമുക്ക് എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തൊണ്ടയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴൽ കാണുന്നില്ലേ? ഈ കുഴലിലൂടെ അല്ല ഭക്ഷണം ഇറങ്ങുന്നത്, ഇത് ശ്വാസം വിടുന്ന കുഴലാണ്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുഴലിൻ്റെ ബാക്കിൽ, ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയ വണ്ണം കുറഞ്ഞ കുഴലുണ്ട്, അതിലൂടെയാണ് ഭക്ഷണം ഇറങ്ങിപ്പോവുക. അന്നനാളം, അതിലൂടെയാണ് ഭക്ഷണം ഇറങ്ങിപ്പോവുക. പക്ഷേ വലിയൊരു കുഴലും ചെറിയൊരു കുഴലും നിൽക്കുമ്പോൾ നമ്മളുടെ വായിൽ നിന്ന് ഭക്ഷണം ഈ വലിയ കുഴലിലേക്ക് ചാടാനല്ലേ കൂടുതൽ സാധ്യത. പക്ഷെ ഓരോ ഭക്ഷണം കഴിക്കുന്ന സമയത്തും വെള്ളം കുടിക്കുന്ന സമയത്തും അതങ്ങ് താഴേക്ക് ഇറങ്ങുന്നതോടുകൂടി അള്ളാഹു ഈ വലിയ കുഴലിൻ്റെ മുകൾ ഭാഗം അടക്കുന്നുണ്ട്, ഒരു അടപ്പ് കൊണ്ട്, ഒരു കവർ കൊണ്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കുമ്പോൾ അള്ളാഹു ഒരു മരണത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തുക. അഥവാ ആ അടപ്പെങ്ങാനും അടഞ്ഞിട്ടില്ലെങ്കിൽ ആ ഭക്ഷണമെങ്ങാനും ഈ വലിയ കുഴലിലൂടെ പോയാൽ ഉടനെ മരിക്കും. കാരണം ഇത് ശ്വാസകോശത്തിലേക്ക് പോകുന്ന കുഴലാണ്. അപ്പോൾ ഓരോ ഭക്ഷണത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഓരോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് കഴിക്കുമ്പോഴും ഓരോന്നും നമ്മൾ ഇറക്കുന്ന സമയത്തും അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നും, കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ. പക്ഷേ അള്ളാഹു അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏറ്റവും അവസാനം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നിച്ചൊരു അൽഹംദുലില്ലാ പറയാനേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലും നമ്മളിൽ പല ആളുകൾക്കും പ്രയാസമായിട്ടാണ് അനുഭവപ്പെടുക. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ്, സർവ്വലോകങ്ങളുടെ രക്ഷിതാവ്. ഏതാണ് ഈ ലോകങ്ങൾ? അതിന് പല രൂപത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ പ്രധാനമായിട്ടും 4 ലോകങ്ങളിലൂടെ കടന്നു പോകേണ്ടവനാണ്. ഒന്ന്, മാതാവിൻ്റെ ഗർഭപാത്രം, അതൊരു ലോകമായിരുന്നു അല്ലേ? ഒരു ജോലിയും ചെയ്യാതെ അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകുന്നൊരു ലോകം. ഒരു AC റൂം, നമ്മുടെ മാതാവ് ഒരു ചൂടുള്ള സ്ഥലത്ത് കൂടെ പോവുകയാണെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് കൂടെ പോവുകയാണെങ്കിലും ആ ഗർഭപാത്രത്തിലേക്ക് ആ ചൂടും തണുപ്പൊന്നും കാര്യമായിട്ട് പ്രയാസം ഉണ്ടാക്കില്ല. അപ്പോൾ ഒന്നാം തരം AC റൂം. മറ്റൊരു ലോകം ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇഹലോകമാണ്. ഇനി മരണത്തിന് ശേഷം ഒരു ഖബർ ജീവിതം, ബർസഖിയായ അവസ്ഥ എന്ന് പറയും, അങ്ങനെ ലോകം വരാനുണ്ട്, 3ാമത്തെ ലോകം. പിന്നീട് 4ാമത്തെ ലോകം, അതിനുശേഷമുള്ള പരലോകമാണ്, വിചാരണ നാൾ. അപ്പോൾ ഈ 4 ലോകങ്ങളുണ്ട് ഓരോ മനുഷ്യനും. അപ്പോൾ ഇതാണ് ലോകങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മറ്റൊരു വിശദീകരണം, ഈ പ്രപഞ്ചങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ലോകങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം 1ാമത്തെ ലോകത്തെക്കുറിച്ച് തന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ലോകങ്ങൾ, ഇതുപോലെ ഒരുപാട് ലോകങ്ങളുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഏതായാലും ആ ലോകങ്ങളുടെ, എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവായ ആ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. അതുപോലെ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾ ആലമീൻ എന്നൊക്കെ എഴുതി നോക്കൂ. ബിസ്മി എഴുതിയ പോലെ തന്നെ ആലമീനൊക്കെ എഴുതിയത് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ആലമീൻ എന്നൊരു പേപ്പറിൽ എഴുതുകയാണെങ്കിൽ അയിനിടും, പിന്നെ അയിനിൻ്റെ വാലങ്ങ് നീട്ടും എന്നുള്ള രൂപത്തിൽ, പിന്നെ ലാമ് വേറെ തന്നെ എഴുതും. പക്ഷേ ഖുർആനിൽ നോക്കുകയാണെങ്കിൽ അയിനും ലാമും ഒക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ടാവുക. അത് ഉസ്മാനി ലിപിയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ആദ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥരൂപത്തിലാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം അതിൻ്റെ കോപ്പികൾ എഴുതിയുണ്ടാക്കിയത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്.
ആ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉപയോഗിച്ച ആ ഒരു എഴുത്തിനെയാണ് ഉസ്മാനി ലിപി എന്ന് പറയുന്നത്. അത് ഈ രൂപത്തിലായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മുസ്ഹഫുകളിൽ അധികവും ഉള്ളത്. അടുത്ത ആയത്ത് അർ-റഹ്മാനി റഹീം എന്നാണ്. ഇതിനി ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഈ അർ-റഹ്മാനി റഹീം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതുതന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അർ-റഹ്മാനി റഹീം. അതുകൊണ്ട് അത് ആവർത്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ച ഈ ആയത്തുകളുടെ പാരായണ നിയമങ്ങൾ നോക്കാം. അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടലിന് നമുക്ക് 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. അതിന് മദ് ആരിദ് എന്നാണ് പറയാം. അതായത് ഒരു ആയത്തിൻ്റെ അവസാനത്തിൽ നമ്മളായിട്ട് സുക്കൂനിട്ട് നിർത്തുമ്പോൾ, ഇപ്പോൾ റജീമി എന്നാണ് അവിടെ ശരിക്ക്. ആ റജീമി എന്നുള്ളത് നമ്മളവിടെ പാരായണം നിർത്തുമ്പോൾ റജീം എന്ന് പറഞ്ഞിട്ട് മീമിന് സുക്കൂനിട്ടിട്ടാണല്ലോ നിർത്തുക. അങ്ങനെ നമ്മളായിട്ട് സുക്കൂൻ കൊടുത്ത് നിർത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു നീട്ടലാണെങ്കിൽ ആ നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. അതാണ് മദ് ആരിദ്. അപ്പോൾ റജീം അവിടെ ആ രൂപത്തിൽ നീട്ടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെയും അങ്ങനെ തന്നെ. അതിൻ്റെ അവസാനത്തിൽ റഹീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെയും അങ്ങനെ. ആലമീന എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ ആലമീൻ ആ നൂനിന് സുക്കൂനിട്ട് നിർത്തും. അപ്പോൾ നമ്മളായിട്ട് സുക്കൂൻ കൊടുക്കുക ആയതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം, 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. അപ്പോൾ ആലമീൻ. അർ-റഹ്മാനിർ റഹീം അവിടെയും അങ്ങനെ. അവസാനത്തെ മീമിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ അല്ലെങ്കിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ ഗ്രാമർ നോക്കാം. അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ഈ അഊസു എന്നുള്ളത് ആയത്തിൽ പരിഗണിക്കുന്നില്ല. അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്നെടുക്കുമ്പോൾ ബില്ലാഹി അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഒരു കെസറുള്ള അക്ഷരം വന്നാൽ പിന്നെ ബില്ലാ അല്ലെങ്കിൽ ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കും. അതുമാത്രമല്ല ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ഒരു ഇസ്മിൻ്റെ മുമ്പ് ഹർഫ് ജറ് വന്നാൽ ആ ഇസ്മിന് ജറ് കിട്ടുമെന്നാണ് പറയാം. അപ്പോൾ ആ ഇസ്മിന് സാധാരണഗതിയിൽ അതിൻ്റെ അവസാനത്തിൽ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടോ ഒക്കെയാണ് ജറ് കൊടുക്കുക. എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ അൽ ബൈത്തു എന്നുള്ളതിന് മുമ്പ് ഫി എന്ന് വന്നാൽ ഫിൽ ബൈത്തി എന്നാവും, അവസാനത്തിൽ കെസർ ഇടും. ഫി എന്നുള്ളത് ഹർഫ് ജറാണ്. അതേപോലെ ഇവിടെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ബി വന്നപ്പോൾ ബില്ലാഹി അവസാനത്തിൽ ഹി ഒരു കെസറുള്ള അക്ഷരം വന്നു. അത് ആ ബി വന്നതുകൊണ്ടാണ്, ജറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെയാണ് മിൻ എന്നുള്ളതും. മിൻ എന്നുള്ളതും ഹർഫ് ജറാണ്. അതുകൊണ്ട് മിനിന് ശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അതുകൊണ്ടാണ് ആ ഷെയ്ത്വാനു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ മിൻ വന്നപ്പോൾ മിന ഷെയ്ത്വാനി എന്നായത്. എന്തുകൊണ്ടാണ് മിൻ എന്നുള്ളത് മിന എന്നായത്? അതിൻ്റെ കാരണം മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനാണ്. ആ ഷെയ്ത്വാൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഏതാണ്? അലിഫും ലാമും ഉച്ചരിക്കൂല. പിന്നെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷീന്, ഷദ്ദുള്ള ഷീനാണ്. ആ ഷദ്ദുള്ള ഷീനിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ ഷീന് സുക്കൂനാണ് വരിക, രണ്ടാമത്തെ ഷീനിന് ഹർക്കത്ത് കിട്ടും, ഫത്തഹ് വരും. അപ്പോൾ ആ സുക്കൂനുള്ള ഷീന് വന്നു, സുക്കൂനുള്ള നൂന് വന്നു. മിന ഷെയ്ത്വാൻ എന്ന് പറയുമ്പോൾ മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന്, അഷെയ്ത്വാൻ എന്നതിൻ്റെ തുടക്കത്തിൽ സുക്കൂനുള്ള ഷീന്. 2 സുക്കൂനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അലിഫ്ലാമുണ്ട്, അത് ഉച്ചരിക്കൂല, അതിനെ പരിഗണിക്കാൻ പാടില്ല. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുള്ള അക്ഷരങ്ങൾ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൽത്തിഖാ ഉസാക്കിനൈൻ എന്നുള്ള നിയമപ്രകാരം അത് പാടില്ല. അതിൽ നമ്മൾ ആ ആദ്യത്തെ സുക്കൂനെ മാറ്റും. അതുകൊണ്ടാണ് മിൻ എന്നുള്ളത് മിന എന്നായത്. മിന ഷെയ്ത്വാനി. റജീം, ആ ഷെയ്ത്താനിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് റജീം. ഷെയ്ത്താൻ എങ്ങനെയുള്ള ഷെയ്ത്താനാണ്? റജീം, ശപിക്കപ്പെട്ട. അപ്പോൾ ആ ശപിക്കപ്പെട്ട എന്നുള്ളത് ഷെയ്ത്താൻ എന്നതിൻ്റെ സിഫത്താണ് അല്ലെങ്കിൽ നാത്താണ്, വിശേഷണമാണ്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അതുകൊണ്ട് അഷെയ്ത്വാൻ തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്, അർ റജീം അതിൻ്റെയും തുടക്കത്തിൽ അലിഫ്ലാമുണ്ട്. ഷെയ്ത്വാനി അവസാനത്തിൽ കസറാണ്, റജീമി അതിൻ്റെ അവസാനത്തിൽ കസറാണ്. രണ്ടും ഒരേ രൂപത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക. അടുത്ത ആയത്തിൽ ബിസ്മി, ഇസ്മുൻ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഹർഫ് ജറായിട്ടുള്ള ബി വന്നപ്പോൾ ബിസ്മി, ആ ഇസ്മു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ജറ് കൊടുത്തു, അതായത് കസർ കൊണ്ട്. ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ ആ ഇസ്മ എന്നുള്ള പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ചേർത്തു. ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ഇപ്പോൾ വീടിൻ്റെ വാതിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാബുൽ ബൈത്തി എന്നാണ് പറയാം. ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ, ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്. ബാബുൽ ബൈത്തി, വീടിൻ്റെ വാതിൽ. അപ്പോൾ എന്തിൻ്റെ എന്ന് പറയില്ലേ, അതിനെയാണ് ശരിക്കും നമ്മൾ ജറ് കൊടുക്കുക.
ഇവിടെ അള്ളാഹു എന്നുള്ള പദത്തിലേക്കാണ് ഇസ്മിനെ ചേർത്തത്. ഇസ്മുല്ലാഹി എന്നാണ് ശരിക്കത്. ഇസ്മുല്ലാഹി, അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ പേര്. പക്ഷേ ബി വന്നതുകൊണ്ട് ഇസ്മു എന്നുള്ളത് ബിസ്മി എന്നായി. അപ്പോൾ ബിസ്മി എന്നാവുമ്പോൾ ലാ എന്നുള്ള ഉച്ചാരണം പോയി ലാ എന്നാവും, ബിസ്മില്ലാഹി എന്നായി. അവിടെ ലാഹി അവസാനത്തിൽ കെസർ കൊടുക്കാനുള്ള കാരണം അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. എന്താ മുലാഫിൻ ഇലൈഹി എന്ന് പറഞ്ഞാൽ? ആ മുലാഫിൻ ഇലൈഹിയിലേക്ക് മറ്റൊന്നിനെ ചേർത്തുണ്ടാവും. ഏതിനെയാണോ ചേർത്തത് അതിനെ മുലാഫ് എന്ന് പറയും, ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇസ്മു എന്നുള്ളത് മുലാഫാണ്, അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജെറ് കിട്ടും, അതുകൊണ്ടാണ് ലാഹി അവസാനത്തിൽ കെസറിട്ടത്. ഇനി ബിസ്മില്ലാഹി റഹ്മാനി, ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ വിശേഷണമാണ് റഹ്മാൻ. അള്ളാഹു എങ്ങനെ അള്ളാഹുവാണ്? റഹ്മാനാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ളതിൻ്റെ സിഫത്ത് അല്ലെങ്കിൽ ഞാത്താണ് റഹ്മാൻ. രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും. ആ റഹ്മാനി എന്നുള്ളത് പോലെ തന്നെ റഹീം എന്നുള്ളതും അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ സിഫത്താണ്. അപ്പോൾ ലാഹി എന്ന അവസാനത്തിൽ കെസറായതുകൊണ്ട് റഹ്മാനി, റഹീമി ഒക്കെ അവസാനത്തിൽ കെസറ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ജെറ് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം. അടുത്ത ആയത്ത് അൽഹംദുലില്ലാഹി. ലില്ലാഹി, അവിടെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ഹർഫ് ജറായിട്ടുള്ള ലീ വന്നു. അപ്പോൾ ലില്ലാഹി കെസറുള്ള അക്ഷരം ആയതുകൊണ്ടാണ് ലില്ലാ എന്നുള്ള ഉച്ചാരണം കൊടുത്തത്, ലില്ലാ എന്നുള്ള ഉച്ചാരണം കൊടുത്തത്. ലില്ലാഹി അവസാനത്തിൽ ഹി കെസർ കിട്ടാനുള്ള കാരണം ഹർഫ് ജറ്, ലീ എന്നുള്ള ഹർഫ് ജറ് മുമ്പിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ ലില്ലാഹി, ഈ അള്ളാഹു എന്നുള്ള ഈ ഒരു പദത്തെ, ലില്ലാഹി എന്നുള്ളതിൽ അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ ബദലാണ് റബ്ബ് എന്നുള്ള പദം. എന്ന് പറഞ്ഞാൽ ബദൽ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ, ഒരേ ഇസ്മിനെ തന്നെ മറ്റൊരു ഇസ്മ കൊണ്ട് സൂചിപ്പിക്കുക. അതിൻ്റെ ഒരു വിവരണം അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി മറ്റൊരു പദം കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ അൽഹംദുലില്ലാഹി, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ അള്ളാഹു ആരാണ്? റബ്ബ്, അത് റബ്ബാണ്. അപ്പോൾ അതിന് ബദലായിട്ട് അള്ളാഹു എന്നുള്ളതിന് പകരം വന്നതാണ് റബ്ബ് എന്നുള്ള പദം. ഈ ബദൽ വരുന്ന സമയത്ത് ഏതിൻ്റെ ബദലാണോ വന്നത് അതിനെപ്പോലെ തന്നെ ആയിരിക്കും, അതിൻ്റെ അതേ രൂപഘടനയാണ് ഈ ബദലായി വന്നതിനും കിട്ടുക. അപ്പോൾ ലില്ലാഹി അത് ജെറ് കിട്ടിയ രൂപത്തിലാണല്ലോ, അതുകൊണ്ട് റബ്ബി അവിടെ കെസർ കൊടുക്കണം. ജെറ് കിട്ടിയ രൂപത്തിലാണ് ഇത് എഴുതാൻ പാടുള്ളൂ. ഇനി ഈ റബ്ബിനെ ആലമൂൻ എന്നുള്ളതിലേക്ക് ചേർക്കണം. നമ്മൾ പറഞ്ഞു ഒന്നും മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർക്കുന്നത് അത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ജെറ് കിട്ടും. അപ്പോൾ ആലമൂൻ എന്നുള്ളതിലേക്ക് റബ്ബിനെ ചേർക്കുമ്പോൾ റബ്ബ് എന്നുള്ളത് മുലാഫായി, ആലമൂൻ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയായി. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. എങ്ങനെയാണ് ആലമൂൻ എന്നുള്ളതിന് ജെറ് കൊടുക്കുകയെന്നറിയോ? ആ ആലമൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ വാവു നൂനല്ലേ, അതിനെ യാ നൂനു ആക്കുക ചെയ്യുക. അപ്പോൾ ആലമൂൻ എന്നുള്ളതിന് പകരം ആലമീൻ എന്നാവും. അങ്ങനെയാണ് ജെറും നെസ്ബും ഒക്കെ കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ മുസ്ലിമൂൻ എന്നുള്ളതിന് ജെറ് കൊടുക്കാൻ പറഞ്ഞാൽ മുസ്ലിമീൻ എന്നാണ് ആക്കുക. അതേപോലെ അർ റഹ്മാൻ ഇർ റഹീം വീണ്ടും വിശേഷനാണ്. അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദത്തെ വിശേഷിപ്പിച്ചതാണ് അർ റഹ്മാനി, അതിനും ജെറ് കിട്ടിയിട്ടുണ്ട്. അർ റഹീമി, അതിനും ജെറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലില്ലാഹി എന്നുള്ള ആ ഒരു അള്ളാഹു എന്നുള്ള പദത്തെ വിശേഷിപ്പിച്ചതാണ് അർ റഹ്മാനും അർ റഹീമും ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.